ഹായ് ഓൾ, എല്ലാവർക്കും സാൻഡി ലേണിംഗിന്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. ഇന്ത്യ എന്ന രാജ്യം 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്രമായതിനു ശേഷം അടുത്ത 3 വർഷം ചർച്ചകളുടേതാണ്. പുതുതായി രൂപം കൊണ്ട ആ ഒരു രാജ്യം ഇനിയും പാർട്ടീഷന്റെ ആ ഒരു പ്രശ്നങ്ങൾ നീങ്ങാത്ത, അതിൻ്റെ എല്ലാവിധ ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യം, വർഗീയമായ ലഹളകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യം. ഏത് രീതിയിലുള്ള ഒരു രാജ്യമായിട്ടാവണം, ഒരു രാഷ്ട്രമായിട്ടാവണം, ഒരു നാടായിട്ടാവണം ഇന്ത്യ മാറേണ്ടത് എന്നുള്ള ചർച്ച. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വിവിധ നാടുകളിൽ നിന്നുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ മതക്കാരായിട്ടുള്ള, വിവിധ ദേശക്കാരായിട്ടുള്ള, വിവിധ പാർട്ടികളിൽ നിന്നുള്ള, വിവിധ ഐഡിയോളജികളിൽ നിന്നുള്ള ആളുകൾ തമ്മിലുള്ള വളരെ വിശദമായ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം ഇന്ത്യൻ ഭരണഘടന, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടന നിലവിൽ വരികയാണ്. ആ നിലവിൽ വന്നതാണ് 1950 ജനുവരി 26. ആ ജനുവരി 26 നമ്മൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നതിനേക്കാളും എങ്ങനെയുള്ള രാജ്യമായിരിക്കണം നമ്മുടേത് എന്ന് ഡിഫൈൻ ചെയ്യപ്പെട്ടത് ഈ ഒരു റിപ്പബ്ലിക് ദിനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് നൽകുന്ന ഒരു സന്ദേശം എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ 70 വർഷം നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതൊരു രീതിയിലുള്ള നാടായി നമ്മൾ മാറി എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. നമ്മെ ഭിന്നിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചപ്പോഴും അവിടെയെല്ലാം ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞു. വീണ്ടും നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളും അതേപോലെ ഭിന്നിപ്പുകളും എല്ലാം കൂടി വരുമ്പോൾ നാം തിരിച്ചു പോകേണ്ടത് ആ മനോഹരമായ ഇന്ത്യൻ ഭരണഘടനയിലേക്കാണ്. സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന, മനുഷ്യർ തമ്മിലുള്ള സമത്വം ഉറപ്പുവരുത്തുന്ന, മതനിരപേക്ഷത ഉറപ്പുവരുത്തുന്ന ആ ഒരു ഭരണഘടനയിലേക്കുള്ള, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള മടങ്ങിപ്പോക്കാവട്ടെ ഈ ഒരു റിപ്പബ്ലിക് ദിനത്തിൽ എന്ന് പ്രത്യാശിക്കുന്നു. എല്ലാ സാൻഡി ലേണിംഗ് സ്റ്റുഡൻസിനും, പാരൻസിനും, കമ്മ്യൂണിറ്റിക്കും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു. താങ്ക്സ്.